നമുക്കിപ്പോൾ നിലവിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന രണ്ട് സീറോ ബാലൻസ് അക്കൗണ്ട് സ്കീമുകളാണ്. ഒന്ന് സ്ലൈസിൻ്റെ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട്, മറ്റൊന്ന് കൊടക് AWL1ൻ്റെ സീറോ ബാലൻസ് ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട്. കൊടക്കിൻ്റെ AWL1 അക്കൗണ്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് രണ്ട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒന്ന് സീറോ ബാലൻസ് അക്കൗണ്ട് ആയിട്ടുള്ള അവരുടെ ഒരു നോർമൽ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട്, മറ്റൊന്ന് സൂപ്പർ സേവിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞ വേറൊരു വേരിയൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ കമ്പാരിസന് വേണ്ടി എടുക്കുന്നത് അവരുടെ ഒരു നോർമൽ സീറോ ബാലൻസ് ആയിട്ടുള്ള ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് ആണ്. സോ കൊടക് AWL1ൻ്റെ സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ടും അതുപോലെ തന്നെ സ്ലൈസിൻ്റെ സീറോ ബാലൻസ് അക്കൗണ്ട് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഇന്നത്തെ വീഡിയോയിൽ. അതുപോലെ തന്നെ രണ്ട് അക്കൗണ്ട് ഞാൻ പേഴ്സണലി ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസും എനിക്ക് ഏതാണ് ബെറ്റർ ആയിട്ട് തോന്നിയതെന്നും ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്യുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ടും കാണുക. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ആദ്യം നമുക്ക് സ്ലൈസ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ സീറോ ബാലൻസ് അക്കൗണ്ട് സ്കീം നോക്കാം. ഇത് കംപ്ലീറ്റ്ലി ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് ആണ്. ഇത്ര രൂപ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം, അങ്ങനെയുള്ള കണ്ടീഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇനിഷ്യലി ഇത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കണ്ടീഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നമുക്കിത് കംപ്ലീറ്റ്ലി സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് വിർച്വൽ ഡെബിറ്റ് കാർഡ് വരുന്നുണ്ട്. വിർച്വൽ ഡെബിറ്റ് കാർഡ് നമുക്ക് സൗജന്യമാണ്, പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് നമുക്ക് അപ്ലൈ ചെയ്താൽ കിട്ടും. ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് ആണെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു കാർഡ് ഇഷ്യൂവിങ് ഫീസ് മാത്രം വരുന്നുണ്ട്. 299 രൂപയാണ് ഇഷ്യൂൻസ് ഫീസ് വരുന്നത്. അത് മാത്രം കൊടുത്താൽ മതി. പിന്നീട് ആനുവൽ ചാർജ്, വർഷം വരുന്ന ആനുവൽ ചാർജ് ഇവിടെ ഈ ഒരു സ്ലൈസിൻ്റെ ഡെബിറ്റ് കാർഡിന് ആപ്ലിക്കബിൾ അല്ല. പിന്നെ അലർട്ടിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ SMS അലർട്ട് ആണെങ്കിലും ഇമെയിൽ അലർട്ട് ആണെങ്കിലും കാര്യങ്ങളൊക്കെ സൗജന്യമാണ്. പിന്നെ ഡിജിറ്റൽ NEFT, അതുപോലെ തന്നെ RTGS, IMBS ട്രാൻസാക്ഷനൊക്കെ സൗജന്യമാണ്. പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പിന്നെ ഈ ഒരു സ്ലൈസിൻ്റെ അക്കൗണ്ടിൻ്റെ കാര്യത്തിൽ പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇത് കംപ്ലീറ്റ്ലി ഫോർ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ആണ്. നമുക്ക് ഓഫ്ലൈനായിട്ട് ബ്രാഞ്ച് വഴി നമുക്ക് ട്രാൻസാക്ഷൻ നടത്താം. സ്ലൈസിൻ്റെ കേസിലാണെങ്കിൽ ബ്രാഞ്ച് വഴിയുള്ള ക്യാഷ് ഡെപ്പോസിറ്റും ക്യാഷ് വിഡ്രോവലും എല്ലാം സൗജന്യമാണ്. പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പക്ഷേ നമുക്ക് തൊട്ടടുത്ത് ഈ ഒരു സ്ലൈസിന് നിലവിൽ ബ്രാഞ്ചോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു സ്ലൈസ് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറഞ്ഞൊരു സ്മോൾ ഫിനാൻസ് ബാങ്ക് ഉണ്ട്, ആസാം. അങ്ങനെ ആ ഒരു നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് ഈ ഒരു ബാങ്കിൻ്റെ ബ്രാഞ്ച് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുള്ളത്. സോ ഈ ഒരു നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്കിനെ സ്ലൈസ് ഏറ്റെടുത്തു. അങ്ങനെയാണ് ഇപ്പോൾ നിലവിലെ സ്ലൈസ് സ്മോൾ ഫിനാൻസ് ബാങ്കായിട്ട് മാറിയത്. അപ്പോൾ നിലവിൽ നമുക്ക് കേരളത്തിൽ സ്ലൈസിൻ്റെ ബ്രാഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ബാംഗ്ലൂരിലുണ്ട്. അപ്പോൾ ബാംഗ്ലൂരിലേക്കുള്ളവരാണെങ്കിൽ നിങ്ങൾക്കിത് പ്രയോജനപ്പെടുത്താം. ബാംഗ്ലൂരിലുണ്ട്. നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ആസാം ആസ്ഥാനമായുള്ള ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. സോ നിങ്ങൾ ആസാമിലാണ് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലുള്ള ഏതെങ്കിലും സംസ്ഥാനത്താണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബ്രാഞ്ച് ആനുകൂല്യവും പ്രയോജനപ്പെടുത്താം. ബ്രാഞ്ചിൽ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാനും സാധിക്കും. പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇപ്പോൾ കേരളത്തിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് ബ്രാഞ്ച് വഴിയുള്ള ട്രാൻസാക്ഷൻ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കില്ല. എന്തെങ്കിലും ഒരു കസ്റ്റമർ സപ്പോർട്ട് ആനുകൂല്യമാണെങ്കിൽ ഓൺലൈൻ ആയിരിക്കും. നമുക്ക് ബ്രാഞ്ചിൽ പോയിട്ട് ചോദിക്കാനായിട്ട്. ഇപ്പോൾ നിലവിൽ ഫിസിക്കൽ ബ്രാഞ്ചോ കാര്യങ്ങളൊന്നും കേരളത്തിൽ ഇല്ല. ഇനി ATM ട്രാൻസാക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ATM ആണെങ്കിൽ നമുക്ക് ഒരു മാസം 5 ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ സൗജന്യമായിട്ട് നടത്താം. നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ സൗജന്യമാണ്. ബാലൻസ് എൻക്വയറി പോലുള്ള നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ATM വഴി സൗജന്യമാണ്. അതർ ബാങ്കിൻ്റെ ATM ആണെങ്കിൽ നമുക്ക് ഒരു മാസം 5 ട്രാൻസാക്ഷൻ സൗജന്യമായിട്ട് ചെയ്യാം. ഫൈനാൻഷ്യൽ പ്ലസ് നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഈ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും 25 രൂപയും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും 10 രൂപയും ഈടാക്കും. ഈ ഒരു കേസിൽ നമുക്ക് നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ATMോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കേരളത്തിലില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ബാങ്കിൻ്റെ ATM വഴിയുള്ള ട്രാൻസാക്ഷൻ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതർ ബാങ്കിൻ്റെ ATM ഉപയോഗിക്കാം. പക്ഷേ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, അതർ ബാങ്കിൻ്റെ ATM ആണെങ്കിൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ പ്ലസ് നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഒരു മാസം 5 എണ്ണമാണ് സൗജന്യം. സോ 5-ൽ കൂടുതൽ ATM ട്രാൻസാക്ഷനൊക്കെ നടന്നവരാണെങ്കിൽ അവർക്ക് ഈ ഒരു അക്കൗണ്ട് പറ്റിയതല്ല. 5 തവണ മാത്രമേ നമുക്ക് സൗജന്യമായിട്ട് കിട്ടൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജ് ഈടാക്കും. ഇനി ചെക്ക് ബുക്കിൻ്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെക്ക് ബുക്ക് അപ്ലൈ ചെയ്താൽ കിട്ടും. നമുക്ക് ആദ്യത്തെ ചെക്ക് ബുക്ക് സൗജന്യമാണ്. പിന്നെ ചെക്ക് ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോ ചെക്ക് ബുക്കിന് 100 രൂപ പ്ലസ് GST ആണ് സർവീസ് ചാർജ് ആയിട്ട് വരുന്നത്. പിന്നെ ഇൻവൈഡ് ചെക്ക് റിട്ടേൺ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ചാർജ് വരുന്നില്ല. ഔട്ട്വൈഡ് ചെക്ക് റിട്ടേൺ ചാർജ് നോൺ ഫൈനാൻഷ്യലിന് 100 രൂപ പ്ലസ് GST ആണ് ചാർജ് വരുന്നത്. ECS അതുപോലെ തന്നെ ഔട്ട്വൈഡ് ചെക്ക് റിട്ടേൺ ഫൈനാൻഷ്യൽ റീസൺ കൊണ്ടാണ്, അതായത് ഇൻസഫിഷ്യൻറ്റ് ഫണ്ട് പോലുള്ള ഫൈനാൻഷ്യൽ റീസൺ കൊണ്ടാണെങ്കിൽ ഓരോ ഇൻസിഡൻറ്റും 500 രൂപ പ്ലസ് GST ചാർജ് ഈടാക്കും. പിന്നെ സ്റ്റോപ്പ് പേയ്മെൻറ്റ് ചെക്ക് ചാർജ് വരുന്നത് 100 രൂപ പ്ലസ് GST ആണ്. പിന്നെ നമ്മുടെ അഡ്രസ്സിലേക്ക് എന്തെങ്കിലും ഡെലിവറബിൾ ലൈക്ക് ATM കാർഡ് അല്ലെങ്കിൽ ചെക്ക് ബുക്ക് ഒക്കെ അയച്ചിട്ട് അത് റിട്ടേൺ ആയി കഴിഞ്ഞാൽ ഓരോ റിട്ടേണിനും 50 രൂപ പ്ലസ് GST ചാർജ് ഈടാക്കും. പിന്നെ മറ്റൊരു മെയിൻ ഹൈലൈറ്റ്, നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ഇൻട്രസ്റ്റ് റിപ്പോ റേറ്റ് എത്രയാണോ ആ ഒരു സെയിം റേറ്റിൽ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അതും ഇൻട്രസ്റ്റ് നമുക്ക് ഡേ ബൈ ഡേ ബേസിൽ നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും. മറ്റു ബാങ്ക് അക്കൗണ്ടൊക്കെ ആണെങ്കിൽ ക്വാർട്ടർലി ബേസിലൊക്കെ ആയിരിക്കും നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് കിട്ടുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഓരോ ദിവസവും ഇൻട്രസ്റ്റ് നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ്
ഡിലീറ്റ് ചെയ്ത് കിട്ടും. ഇനി കോഡക് 811 അവരുടെ ആ ഒരു സീറോ ബാലൻസ് അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അതും സീറോ ബാലൻസ് അക്കൗണ്ടാണ്. പ്രത്യേകിച്ച് 30 രൂപ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം, അങ്ങനെയുള്ള കണ്ടീഷൻസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പക്ഷേ ഇനിഷ്യൽ ഡെപ്പോസിറ്റ് എമൗണ്ട് വരുന്നുണ്ട്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളൊരു 2000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം. ഇപ്പോൾ നിലവിൽ അത് ഡെപ്പോസിറ്റ് ചെയ്ത ശേഷം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ പക്ഷേ ഒരു ഇനിഷ്യൽ ഡെപ്പോസിറ്റ് എമൗണ്ട് വരുന്നുണ്ട്. പിന്നെ ഡെബിറ്റ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ വെർച്വൽ ഡെബിറ്റ് കാർഡ് വരുന്നത് സൗജന്യമാണ്. ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ ഇഷ്യൂവൻസ് ഫീസ് 399 രൂപയാണ്. പക്ഷേ ഇവിടെ ഡെബിറ്റ് കാർഡിന് ഓരോ വർഷം ആനുവൽ ചാർജും വരുന്നുണ്ട്. 299 രൂപ ആനുവൽ ചാർജ് വരുന്നുണ്ട്. ഡെബിറ്റ് കാർഡിൻ്റെ വേരിയൻറ്റിനനുസരിച്ചാണ്. വിസ ക്ലാസിക് ആണെങ്കിൽ 299 രൂപ, വേറെ ഏതെങ്കിലും വേരിയൻ്റ് ആണെങ്കിൽ അതനുസരിച്ചുള്ള ആനുവൽ ചാർജ് എല്ലാ വർഷവും കൊടുക്കണം. സ്ലൈസ് ആണെങ്കിൽ അവിടെ ഒറ്റ തവണ ഇഷ്യൂവൻസ് ഫീസ് കൊടുത്താൽ മതി, ഡെബിറ്റ് കാർഡിന് ആനുവൽ ചാർജ് വരുന്നില്ല. അതാണ് ഒരു മെയിൻ ഡിഫറൻസ്. പിന്നെ കോഡക് മഹീന്ദ്ര നമുക്ക് തൊട്ടടുത്ത് ബ്രാഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇവിടെ ലിമിറ്റഡ് ആണ്. നമുക്ക് ഈ ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് ബ്രാഞ്ച് വഴി ഒരു മാസം ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ 10,000 രൂപയുടെ ട്രാൻസാക്ഷൻ മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കൂ. ഈ ഒരു നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ്റെ ലിമിറ്റ്, അതായത് ഒന്നെന്നുള്ള ലിമിറ്റ് ഇല്ലെങ്കിൽ 10,000 രൂപ എന്ന് പറഞ്ഞ ഒരു വാല്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജ് ഈടാക്കും. മിനിമം 150 രൂപ, ഇല്ലെങ്കിൽ ഓരോ 1000 രൂപയ്ക്കും 5 രൂപ എന്ന രീതിയിൽ ചാർജ് ഈടാക്കും. സോ കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ ഒരു സീറോ ബാലൻസ് അക്കൗണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് ഓഫ്ലൈൻ ബ്രാഞ്ച് ട്രാൻസാക്ഷൻ ഉണ്ട്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻ മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കൂ. ഒരു ട്രാൻസാക്ഷൻ മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കൂ. സോ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. സ്ലൈസിൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളൊന്നും വരുന്നില്ല, റെസ്ട്രിക്ഷൻ ഇല്ല. പക്ഷേ നമ്മുടെ തൊട്ടടുത്ത് ബ്രാഞ്ച് ഇല്ലാത്തതാണ് ആ ഒരു അക്കൗണ്ടിൻ്റെ കേസിൽ ഒരു പ്രശ്നമായിട്ട് വരുന്നത്. സോ രണ്ട് അക്കൗണ്ട് ആണെങ്കിലും ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡിജിറ്റലായിട്ട് ട്രാൻസാക്ഷൻ ഉള്ളവർക്കാണ് രണ്ട് അക്കൗണ്ടും പറ്റിയത്. പിന്നെ കോഡക് 811 അക്കൗണ്ട് ആണെങ്കിൽ ചെക്ക് ലീഫ് സൗജന്യമല്ല. ഓരോ ചെക്ക് ലീഫിനും 5 രൂപ സർവീസ് ചാർജ് കൊടുക്കണം. പിന്നെ മൊബൈൽ ആപ്പ് വഴിയുള്ള NEFT, RTGS, IMPS ട്രാൻസാക്ഷൻ ഈ ഒരു കോഡക് 811 അക്കൗണ്ടിൻ്റെ കാര്യത്തിലും സൗജന്യമാണ്. പിന്നെ ATM ട്രാൻസാക്ഷൻ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ അതർ ബാങ്കിൻ്റെ ATMൽ നമുക്ക് ഒരു മാസം 5 എന്നുള്ള ലിമിറ്റ് തന്നെയാണ് വരുന്നത്. 5 ട്രാൻസാക്ഷനാണ്. ഫൈനാൻഷ്യൽ പ്ലസ് നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനാണ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജ് വരുന്നത് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ 23 രൂപ പ്ലസ് GST, നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ 10 രൂപ പ്ലസ് GST ആണ്. ഇനിയിപ്പോൾ കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ ATM ആണെങ്കിൽ ഡെബിറ്റ് കാർഡ് വേരിയൻറ്റിനനുസരിച്ച് ഈ കാണുന്ന ഒരു ടേബിൾ അനുസരിച്ച് നിങ്ങളുടെ വേരിയൻറ്റ് എഴുതാൻ നോക്കുക. അതനുസരിച്ചുള്ള ഒരു ലിമിറ്റ് ആയിരിക്കും ആപ്ലിക്കബിൾ ആവുക. പിന്നെ SMS അലർട്ട് ചാർജ് വരുന്നത് നമുക്ക് ഒരു മാസത്തെ 30 അലർട്ട് നമുക്ക് സൗജന്യമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജ് ഈടാക്കും. നിങ്ങളുടെ ഒരു മാസത്തെ ക്യുമുലേറ്റീവ് ഡെപ്പോസിറ്റ് 5000 രൂപ അതിന് മുകളിലുണ്ടെങ്കിൽ SMS അലർട്ട് ചാർജ് അവർ എടുക്കുകയില്ല. 5000 രൂപയിൽ താഴെയാണ് നിങ്ങളുടെ അക്കൗണ്ടിലെ ടോട്ടൽ ക്യുമുലേറ്റീവ് ഡെപ്പോസിറ്റ് എങ്കിൽ, ആ ഒരു മാസത്തെ ഡെപ്പോസിറ്റ് എങ്കിൽ ഓരോ SMS-നും ഈ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 15 പൈസ ഈടാക്കും. സ്ലൈസ് അക്കൗണ്ട് ആണെങ്കിലും കോഡക് 811 അക്കൗണ്ട് ആണെങ്കിലും നമുക്ക് ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. ഇനി രണ്ട് ബാങ്ക് അക്കൗണ്ട് ആണെങ്കിലും കംപ്ലീറ്റ് മാനേജ്മെന്റ് വരുന്ന അവരുടെ മൊബൈൽ ആപ്പ് വഴിയാണ്. ഡിജിറ്റൽ അക്കൗണ്ട് ആണ് രണ്ടും. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആപ്പ് എന്ന് പറയുന്നത് സ്ലൈസ് ആണ്. നമുക്ക് ഈസി ആയിട്ട് നാവിഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നിലവിൽ ഇതുവരെ ബഗോ കാര്യങ്ങളൊന്നുമില്ല. ഈസി ആയിട്ട് ട്രാൻസാക്ഷൻ നടത്താം. എല്ലാം വളരെ സിമ്പിളാണ്, കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആപ്പ് എന്ന് പറയുന്നത് സ്ലൈസ് ആണ്. നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. ഇനി എൻ്റെ എക്സ്പീരിയൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ രണ്ട് അക്കൗണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ കോട്ടക് 811 ഞാൻ ഉപയോഗിച്ചു, ഞാൻ മടുത്തു, അത് സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ സ്ലൈസ് നിലവിൽ അങ്ങനെയല്ല. സ്ലൈസ് ഞാൻ നിലവിൽ ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് എന്തോ ആ ഒരു ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും. നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ട് തോന്നും. ഡേ ടു ഡേ ലൈഫിൽ ഈസി ആയിട്ട് ബാങ്കിങ് ട്രാൻസാക്ഷനൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്കത് നല്ലൊരു ആപ്പായിട്ട് തോന്നും. സോ അതുകൊണ്ട് തന്നെ സ്ലൈസ് അക്കൗണ്ടാണ് ഇപ്പോൾ നിലവിൽ ഞാൻ ഉപയോഗിക്കുന്നത്. സ്ലൈസിൻ്റെ സൂപ്പർ കാർഡ് ഉപയോഗിക്കുന്നുണ്ട്, സേവിങ്സ് അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് സ്ലൈസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ കസ്റ്റമർ സപ്പോർട്ടാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. കസ്റ്റമർ സപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ലൈസിൽ ഞാൻ കസ്റ്റമർ സപ്പോർട്ട് കഴിഞ്ഞ ദിവസം യൂസ് ചെയ്തു. കംപ്ലീറ്റ്ലി നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് റെസ്പോണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് കസ്റ്റമർ സപ്പോർട്ടിൻ്റെ കാര്യത്തിലും എനിക്ക് സ്ലൈസിൽ നിന്ന് കിട്ടിയത്. പക്ഷേ കോട്ടക് 811 വരുന്ന സമയത്ത് ഇപ്പോൾ നിലവിൽ നോർമൽ സീറോ ബാലൻസ് അക്കൗണ്ട് ഒക്കെ ആണെങ്കിൽ ഡെഡിക്കേറ്റഡ് കസ്റ്റമർ സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. സൂപ്പർ അക്കൗണ്ട് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഡെഡിക്കേറ്റഡ് കസ്റ്റമർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കോട്ടക് 811 അക്കൗണ്ടിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ കസ്റ്റമർ സപ്പോർട്ടിന്റെ കാര്യത്തിൽ ബെറ്റർ ഈ ഒരു സ്ലൈസ് അക്കൗണ്ട് തന്നെയാണ്. പിന്നെ സ്ലൈസ് അക്കൗണ്ട് ആണെങ്കിൽ കംപ്ലീറ്റ്ലി SMS അലർട്ടോ ചാർജും കാര്യങ്ങളൊന്നും ഇല്ല. ഡെബിറ്റ് കാർഡിന് ഇഷ്യൂവൻസ് ഫീസ് മാത്രമേ വരുന്നുള്ളൂ, ആനുവൽ ഫീസ് വരുന്നില്ല. പിന്നെ വെർച്വൽ ഡെബിറ്റ് കാർഡ് സൗജന്യമാണ്. ഇനിഷ്യൽ ഡെപ്പോസിറ്റ് എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഒരു പടി മുന്നിൽ നിൽക്കുന്നത് സ്ലൈസ് അക്കൗണ്ട് തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പിന്നെ കോട്ടക് 811 അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ലഭ്യമാണ്. സൂപ്പർ എന്ന് പറഞ്ഞൊരു വേരിയന്റ് ഉണ്ട്. 10,000 രൂപ എല്ലാ മാസവും അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. ജസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്താൽ മതി, നമുക്കത് വിഡ്രോ ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ വർഷം സബ്സ്ക്രിപ്ഷൻ ചാർജ് ആയിട്ട് 399 രൂപ കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം ആനുകൂല്യങ്ങൾ ആ ഒരു അക്കൗണ്ടിൽ കിട്ടും. നമുക്ക് ക്യാഷ് ബാക്ക് ബെനിഫിറ്റ് വരുന്നുണ്ട്, ഡെബിറ്റ് കാർഡിന് ചാർജ് വരുന്നില്ല, അങ്ങനെ കുറേ അധികം ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ അതിനെപ്പറ്റി നമ്മളൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യാം. സൂപ്പർ അക്കൗണ്ടിനെ പറ്റി കൂടുതലായിട്ട് അറിയാനായിട്ട് ആ ഒരു വീഡിയോ കാണുക. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി